അപ്പോൾ നമ്മൾ ഓട്ടോ ചേട്ടനോട് ടുക് ടുക് we are going, so see you, bye. See you, bye. Please terrace and come. Reserve your holiday. ഓക്കെ, ക്യാൻറ്റീനിൽ വരികയാണെങ്കിൽ ഏട്ടൻ്റെ ഓൾറെഡി ചെയ്താൽ താങ്ക് യു. ഇനി ബസ് അത് പോയി, നമ്മൾ നേരത്തെ നോക്കിയത് ബസ് ഉണ്ടായി, അത് പോയി. ATM വീണ്ടും ക്യാഷ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ബസ് ഫുള്ളാവണം, ഫുള്ളായാലേ ആൾക്കാർ. ഞാൻ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചാൽ തന്നെയാണ്. ഹായ്, അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന അതേ ബസ് തന്നെ തിരിച്ചു പോകുന്നത്. പിന്നെ സമയം 1:10 5 മണിയാവുമ്പോഴേക്കുള്ളൂ കുഴപ്പമില്ല എത്തുള്ളൂ. 5 മണിയായിട്ടിട്ട് ഒരു 7 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തണം. ഓക്കെ, സമയമുണ്ട്. പക്ഷേ മലേഷ്യ വിസൻ്റെ അത് പ്രിന്റ് ഔട്ട് എടുക്കണം. എത്തിയതിനു ശേഷം അത് ചെയ്യാൻ പറ്റുള്ളൂ. ലഗേജ് വെയിറ്റ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എയർ അറേബ്യ എമൗണ്ട് 10 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ എയർ ഏഷ്യ എനിക്ക് 7 കിലോനെയുള്ള അളവിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെയിറ്റിൻ്റെ എന്താ ചെയ്യുന്നുള്ള അറിയില്ല. ഒറ്റയ്ക്കുന്ന ഡ്രസ്സ് കാണും, ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ 2-3 ഡ്രസ്സ് കൂടി എടുത്ത് 2 ഇങ്ങനെ വെച്ചാൽ നമുക്ക് വെയിറ്റ് ടാലിയാക്കാൻ പറ്റുന്നുണ്ടാവും. നോക്കാം. ഫുഡൊന്നും കിട്ടിയില്ല, എന്തൊക്കെയൊരു സ്നാക്സ് കിട്ടി, ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെ എന്തൊക്കെയുണ്ട്. അത് ഒരു വീട്ട് വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് ജ്യൂസ് അവിടുന്ന് കുടിച്ചു. 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ കൊളംബോ സിറ്റിയിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അതിന് മുമ്പ് കുറച്ച് 10 മണിയായി. 8 മണിക്കാണ് എയർപോർട്ടിൽ എത്തേണ്ടത്. ഒരു മണിക്കൂർ ടൈം ഉണ്ട്. കൊളംബോത്തെ ഏതെങ്കിലും ഇനിയുള്ള കാഴ്ചകൾ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അതും കൂടെ ഒന്ന് കണ്ട് വേഗം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ളത് നോക്കാം. അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊളംബോ സിറ്റിയിലെ ഉള്ളിലുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഗൂഗിളിൽ ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. ഫ്ലോട്ടിംഗ് ആണോ എന്നുള്ളത് അറിയില്ല. അതിന് തൊട്ടതായിട്ടാണ് നമ്മളുടെ ലോട്ടസ് ടവർ ഉള്ളത്. ലോട്ടസ് ടവർ ആണ് കൊളംബോ സിറ്റിയിലെ ഒരു മെയിൻ അട്രാക്ഷൻ ഉള്ളത്. മലയാളി വന്ന 2 മലയാളി ഓക്കെ, വന്ന് ഫുള്ള് ചുറ്റി കളിച്ച് പിന്നെ എയർപോർട്ടിൽ കൊണ്ടുവരും. എന്നാല് മലയാളിയെ പഠിച്ചിരുന്നു. മലയാളം പറയുന്നത് ശ്രീലങ്ക. അയ്യോ, ശ്രീലങ്ക മലയാളം പറയും. മലയാളമില്ല, എനിക്ക് 7 ലാംഗ്വേജ് സംസാരിക്കാൻ. ആ മലയാളികളുടെ ജോലി എടുത്തിരുന്ന സൗദി അറേബ്യ. ഓക്കെ. പിന്നെ ഹിന്ദി, അറബി, സ്പൈനീസ്, ഫിലിപ്പീൻസ്, കുറച്ച് 7 ലാംഗ്വേജ്. ഞാൻ ആ പോസ്റ്റ് മാത്രം മതി. ഇവിടുത്തെ മെയിൻ ബസാർ സ്ട്രീറ്റാണ്. എല്ലാ സാധനങ്ങളും വിൽപ്പനയ്ക്കുള്ള മെയിൻ സ്ട്രീറ്റ്. ഞാൻ ബസ്സിൽ അങ്ങോട്ട് വന്നത് റെഡ് മോസ്ക് എന്നോ അല്ല, റെഡ് മോസ്ക് എന്ന് എന്നെ അവിടെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്ത് തരണം. അവിടെ ഒരു 5 മിനിറ്റ്. പേരെന്താ? യാസർ. ശ്രീലങ്കയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ജാമി ഉൽ അഫാർ എന്ന മോസ്കാണ് ഇത്. 1908 ഈ മോസ്ക് നിർമ്മിച്ചിട്ടുള്ളത്. കൊളംബോയിലെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന കട്ടകളും അതുപോലെ വെള്ള കട്ടകളും ഉപയോഗിച്ചാണ് ഈ പള്ളി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് കാലങ്ങൾ തൊട്ടേ ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകൾ
വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി കൊളംബോയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇന്തോ ഗോത്തിക് ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. 1500 പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ആണ് ഈ പള്ളിയിലുള്ളത്. ഒരു ദിവസം 500 പേരെങ്കിലും ഈ പള്ളി സന്ദർശിക്കുന്നുണ്ട്. കൊളംബോയിലെത്തുന്ന മിക്ക ടൂറിസ്റ്റുകളും ഈ പള്ളി സന്ദർശിച്ചിട്ടാണ് പോകാറുള്ളത്. ചുവപ്പും വെള്ളയും നിറഞ്ഞ കട്ടകൾ ആണ് ഈ ഒരു പള്ളിയെ അതിമനോഹരമാക്കുന്നത്. 2 പ്രധാന കവാടങ്ങളാണ് ഈ പള്ളിക്ക് ഉള്ളത്. അതിൽ നിന്നും നമ്മൾ ഈ പ്രധാന കവാടത്തിലൂടെ പുറത്ത് കിടക്കുന്നു. ശ്രീലങ്കയിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രീറ്റായ സെക്കൻഡ് സ്ട്രീറ്റിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ പള്ളിയുടെ പൂർണ്ണമായുള്ള ചിത്രം. ഇതാണ് മുഹമ്മദ് ഭായ് നല്ല മലയാളം പറയും. അപ്പോൾ ശ്രീലങ്കയിൽ വരാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മുഹമ്മദ് ഭായിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. പറഞ്ഞോളൂ. ശ്രീലങ്കയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പറുണ്ട്, നമ്മുടെ ദോസ്ത് നമ്പറുണ്ട്, നമ്പർ എടുത്ത് നമ്മൾ വിളിക്കാം. അതൊക്കെ ശ്രീലങ്ക നിങ്ങൾ വൺ ഡേ ഒക്കെ ലേ ഓവറിന് വരികയാണെങ്കിൽ തന്നെ മൂപ്പരെ വിളിച്ചാൽ മതി. ഒരു ദിവസം കൊണ്ട് ശ്രീലങ്കൻ്റെ കൊളംബോ സിറ്റി മൊത്തം ടൗണ് നിങ്ങൾ കറക്കി കാണിച്ചു തരും. ചെറിയ പൈസ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മുഹമ്മദ് ഭായി ആണ്, മുഹമ്മദ് ഭായി ബന്ധപ്പെടുക. ലൈറ്റ് കത്തി ശോഭിച്ച് നിൽക്കുന്ന ലോട്ടസ് ടവർ അതിനോട് യാത്ര പറയാണ്. എയർപോർട്ടിൽ പോകണം, അതിനുള്ള ബസ് ഇവിടുന്ന് കിട്ടും. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് കാണിക്കുന്നുണ്ട്, പക്ഷേ ലോഞ്ച് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കണം എന്നുള്ളത്. പിന്നെ എയർ ഏഷ്യ ബജറ്റ് എയർലൈൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ ഫുഡൊന്നും ഉണ്ടാവില്ല. $270 നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊടുത്തത്. ഇവിടെ ബസ് സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട് എയർപോർട്ടിക്ക്. നമുക്ക് ഇത് കഴിഞ്ഞാൽ വേറെ വേറെ ബസ്സുകൾ വരും. അപ്പോൾ നമുക്ക് നോക്കാം. ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള അപ്പോൾ അവിടുന്ന് ഒരു ചായ കുടിച്ച് ഇനി കൊളംബോയിലേക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ് കൂടി കിട്ടിയ വിസ എനിക്കൊരു കോപ്പി പ്രിൻ്റ് എടുക്കണ്ടായിരുന്നു. വിസ അപ്പോൾ പ്രിൻ്റ് എടുത്തു. എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ് എയർപോർട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ലൈനാണ്. അപ്പോൾ ശ്രീലങ്കയോട് നമ്മൾ യാത്ര പറയാൻ നല്ല സ്ഥലമായിരുന്നു. നല്ല ഒരുപാട് മനുഷ്യരുണ്ടായി, മനുഷ്യരെ കാണാൻ പറ്റി. പിന്നെ നല്ല എന്തുകൊണ്ടും നല്ല ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. 4 ദിവസം വന്നിട്ടുള്ളൂ, അതിൽ ഒരു ബാഡ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ റിപ്പബ്ലിക് ഗേറ്റിൽ കയറാണ്. മലേഷ്യ എയർ ഏഷ്യയാണ്. അപ്പോൾ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, കാരണം 7 കിലോ കൊണ്ട് ഉള്ളത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കണം. കൂടുതലാണെങ്കിൽ ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ട്, അത് നമുക്ക് പുറത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇടണം, നമുക്ക് മാത്രമേ നടക്കുള്ളൂ. അപ്പം ഇനി ഏതായാലും ശ്രീലങ്കയിൽ എത്തുന്നതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത് പറയാം. അപ്പോൾ ബോർഡിങ് കഴിഞ്ഞു. നമ്മളുടെ
എമിഗ്രേഷൻ ബോർഡിംഗ് പാസ് കിട്ടി, എമിഗ്രേഷൻ കഴിഞ്ഞ്. ഇനി നമുക്കുള്ളത് നമ്മളുടെ ലോഞ്ചാണ്, പാം സ്ട്രിപ്പ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ലോഞ്ച്. അപ്പോൾ അതിൽ പോകണം. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക, റിലാക്സ് ചെയ്യുക. ടൈമുണ്ട്, 8 മണിയായിട്ടുള്ളൂ. 11 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫോർ മലേഷ്യ, ഗുഡ് നൈറ്റ് ഫോർ ശ്രീലങ്ക. ഇനി മലേഷ്യയിലെത്തി നമുക്ക് പുതിയ അധ്യായം തുടങ്ങാം എന്ന ശുഭപ്രതീക്ഷയുമായി സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ യാസിർ, യാസ് എക്സ്പെഡീഷൻ. താങ്ക് യു.